ഗൈസ്, നമ്മൾ പോകുന്നത് ഹെഗ്ഡെ ദേവൻ കോട്ടെ എന്ന് പറയുന്ന കർണാടക ഗ്രാമത്തിലേക്കാണ്. പുൽപ്പള്ളിയിലെ ബൈരക്കുപ്പ എന്നും പറയും. ബൈരക്കുപ്പ അക്കരെ എത്തുമ്പോൾ ഹെഗ്ഡെ ദേവൻ കോട്ട എന്ന് പറയുന്ന മൈസൂരു പെട്ട കർണാടക ഗ്രാമമാണ്. അപ്പം നമ്മൾ ഈ തോണിയിൽ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. തോണിയിൽ ആളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ പോകാനുള്ള ഒരുക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തോണിയിൽ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് പുഴ നിറഞ്ഞു കിടക്കുകയാണ്. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല, ലൈഫ് ജാക്കറ്റൊന്നുമില്ല. നമ്മളിരിക്കുമ്പോൾ പാലമില്ലാത്തതാണ്. പാലത്തിന് പകരമായിട്ടുള്ള തോണി സർവീസാണ്. അങ്ങോട്ടേക്ക് 10 രൂപ, തിരിച്ചും 10 രൂപ. അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്തായിരുന്നെങ്കിൽ അവിടെ ചാരായം ഉണ്ടായിരുന്നു. ഇവിടെ ചാരായ നിരോധനമുള്ള സമയത്ത് അവിടെ ചാരായം ഉണ്ടായിരുന്നു. കാണുന്ന ചേട്ടന്മാരൊക്കെ മിക്കവാറും അവിടേക്ക് കഴിക്കാൻ വേണ്ടി പോകുന്നവരാണ്. മദ്യം കഴിക്കാൻ വേണ്ടി പോകുന്നവരാ കൂടുതലും. ഇപ്പം ചാരായ നിരോധനം കർണാടകത്തിലും ഉണ്ട്. അപ്പോൾ പക്ഷേ വിദേശ മദ്യം കിട്ടും, കേരളത്തിൽ അത്ര വില ഉണ്ടാവില്ല. ചേട്ടൻ ആഞ്ഞ് മുകളിലേക്ക് തുഴഞ്ഞ് ആദ്യമേ, എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇറക്കുകയാണ്. ഉണ്ടാവും പതിയെ അങ്ങനെ തീരത്തേക്ക്. ഒരു പ്രത്യേക ഒരു ഇതിലാണ് തുഴച്ചൽ ചേട്ടൻ്റെ. അങ്ങനെ തീരത്തേക്ക് നമ്മളെ കയറി കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ച, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അക്കരെ കാണാൻ വേണ്ടിയിട്ടും. ആകുമ്പോൾ നോക്കുമ്പോൾ കാണാൻ വന്നിരിക്കുന്ന സഞ്ചാരികളാണ് ഇവർ. കേരളത്തിൽ നിന്നുള്ളവരാണോ കർണാടകത്തിൽ നിന്നുള്ളവരാണോ എന്നറിയില്ല. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നു. കുറച്ച് പേര് പാമ്പൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അവിടെ. എല്ലാം കഴിച്ചിട്ട് വില കുറവാണ്. ഇങ്ങനെ നല്ല ഫോട്ടോകളൊക്കെ എടുത്ത് അടിപൊളിയാക്കാനാണ്. നമ്മൾ തന്നെ പതിയെ ടൗണിലേക്ക് കയറി നോക്കാം. നമുക്ക് ടൗൺ എന്ന് പറയാൻ ചെറിയൊരു ഗ്രാമപ്രദേശത്തെ ഒരു ടൗണ്. കർണാടക ഗ്രാമമാണ്. 2 ഭാഷ സംസാരിക്കും. മലയാളം പറയുന്നവരും കന്നഡ സംസാരിക്കുന്നവരുമാണ്. 2 കൂട്ടർക്കും 2 ഭാഷ അറിയാം. ചെറിയ ഒരു വില്ലേജ്. അവിടെ കണ്ട ഒരു പ്രത്യേകതയുള്ള അവരുടെ ഒരു വലിയൊരു മരവും അതിന് ചുവട്ടിലുള്ള അവരുടെ ഒരു അമ്പലമാണ്. കർണാടകക്കാരുടെ അമ്പലമാണ്. കർണാടകക്കാരുടെ ഒരു പ്രത്യേകതയുള്ള അമ്പലങ്ങളാണ്. പിന്നെ കുറച്ച് കാടുണ്ട് കേട്ടോ. അധികം വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ നിർത്തും. കാടൊക്കെ ഇപ്പം തീരും. കുറച്ചൊന്ന് കാണണമല്ലോ. ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് കാടും ഒരു സൈഡ് ഗ്രാമമാണ്. അത് ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെ അവിടെ ഉണ്ട്. ഇപ്പം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ചെറിയ 1-2 വീടുകളും പിന്നെ കുറച്ച് കാട് തന്നെയാണ് കൂടുതലായിട്ടും. സാധാരണ ആളുകളുടെ വീടുകൾ ഒരു ഗ്രാമത്തിൽ കാണുന്ന നല്ല വീടുകളുണ്ട്. അപ്പുറം സൈഡിലേക്ക് ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഇതിങ്ങനെയാണ് ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. വലിയ വീടുകളൊക്കെ ഉണ്ട്. മലയാളികളും താമസിക്കുന്നുണ്ട്. അപ്പുറഭാഗത്തേക്ക് ഒരു മോസ്കൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ പെട്ടില്ല. അത് മലയാളികളുടേതാണെന്ന് കണ്ടറിയാം.
കാടിൻ്റെ ഭാഗങ്ങളാണ്. കാടിൻ്റെ ഭാഗങ്ങൾ അവിടെ കുറച്ച് വീടുകളുമുണ്ട് ആളുകളുടെ. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വീടുകളും കുറച്ച് അവിടുത്തെ കൃഷീനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാട്ടിക്കുന്നു. അപ്പുറത്ത് അത്രേ ഉള്ളൂ. അധികമൊന്നും ഒന്നുമില്ല. ഉണ്ടോ നല്ല ഉള്ളിലേക്ക് ആൾ താമസമുണ്ട്. ഗ്രാമത്തിലേക്ക് കാടാണ്. ഇതൊരു വയൽ പ്രദേശമാണ്. ഈ വയൽ പ്രദേശങ്ങളാണ് കുറച്ച്. അവിടുത്തെ കൃഷികളൊക്കെ എന്ന് പറഞ്ഞാൽ കാപ്പി. പണ്ട് കുരുമുളക് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുരുമുളക് കാണാനില്ല. കാപ്പി ഉണ്ട്, സിൽവർ റോക്ക് ഉണ്ട്. കുരുമുളകിന് താങ്ങുകാലാണ് സിൽവർ റോക്ക്. വയലിലൊന്നും കൃഷിയൊന്നും കാണുന്നില്ല. പശുവിനെ അഴിച്ചു വിട്ടിട്ട് നടക്കുകയാണ്. വീണ്ടും നമ്മൾ തിരിച്ചു പോകാനുള്ള പുറപ്പാടാണ്. ചേട്ടന്മാരൊക്കെ കുടിക്കാനൊക്കെ പോയിട്ട് വരുന്നവരുണ്ട്, തിരിച്ചു വരുന്നവരുണ്ട്. അവിടെ പോയിട്ട് കഴിച്ചിട്ട് മെല്ലെ വരാം. അവിടെ പോയി ഹോട്ടലിലൊക്കെ കയറിയിരുന്ന് കഴിച്ചിട്ട് മെല്ലെ ഇങ്ങനെ വരാം. തിരിച്ചു പോകുന്ന നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചു തരണം കണ്ടവനെ നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. ചെറിയ ചേട്ടന്മാരുടെ തരികിടകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ചേട്ടന്മാരവിടെ തോണി കൊണ്ടുള്ള അഭ്യാസങ്ങളും ചെറിയ പൂസിലൊക്കെ നിൽക്കുകയാണ് അവർ. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ആ പുഴയുടെ കുറേ ദൃശ്യ ഭംഗിയൊക്കെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഉണ്ടോ? എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് വന്നു നോക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നാൽ ഉണ്ടോ, ഇനി നമ്മൾ പുഴ കുറച്ചങ്ങ് കടന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോവുകയാണ്. പുഴയിൽ നിറയെ വെള്ളമുണ്ട്. 3-4 ആൾ വെള്ളമുണ്ടെന്ന് പറഞ്ഞത് അവർ പറഞ്ഞോ. ചേട്ടന്മാർ പറഞ്ഞ അവരങ്ങോട്ട് പോവാണ്. കഴിക്കാൻ പോകുന്നവർ അതാ അന്ന് തോന്നുന്നു അവരെ കണ്ടിട്ട്. നല്ല ഭംഗിയുള്ള തീരങ്ങളും മറ്റേ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്, അത് നോക്കണ്ട. പുഴയ്ക്ക് കാണുന്ന ഭംഗിയിൽ ഇതിന് കൂടുതൽ ഭംഗി നേരിട്ട് കാണുമ്പോൾ ഉണ്ടോ ഈ ഭാഗങ്ങളൊക്കെ. നമ്മൾ കരയ്ക്ക് കയറി കഴിഞ്ഞാലേ പിന്നെ ഈ കരയിൽ കൂടി കുറച്ച് നടക്കുന്നുണ്ട്. കരയിൽ കൂടി നമ്മൾ കുറച്ച് നടക്കും. എന്നിട്ടാണ് നമ്മൾ വീണ്ടും ഇനി നമ്മൾ പോകുന്നത്. സത്യത്തിൽ ഇത് ഈ തീരദേശ റോഡിൽ കൂടെ ഇങ്ങനെ ഈ പുഴേൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡാണ് തീരദേശ റോഡ്. അതാണ് ഈ കാണുന്നത്. നമ്മൾ പോകുന്ന പഴശ്ശീൻ വീരമൃത്യു വരിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബറൊക്കെ കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഉണ്ടോ, ഇത് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ പോന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. കബനിയുടെ ഭാഗങ്ങളാണ്. നമ്മൾ കണ്ട കബനി നദിയാണ്. ആ തീരദേശത്തുകൂടി ഇങ്ങനെ കബനി ഒഴുകുന്നതിൻ്റെ അടുത്തൂടെ